ഹായ് യുവാസ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് സ്കൂൾ. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈനിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. സൈൻ ഉപയോഗിച്ചായിരുന്നു ചേരുന്നത്. ചില സമയത്ത് സൈനും കോസും വെച്ചിട്ട് ആൻസർ കിട്ടാത്ത അവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ ടാനാണ് ഉപയോഗിക്കുക. അപ്പം മറ്റൊരളവുമായിട്ട് നമ്മൾ ടാനാണ് ഉപയോഗിക്കുന്നത്. ടാൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ എങ്ങനെയൊക്കെയാണ് സാമാന്തരികം, അതായത് ത്രികോണം, അതിൻ്റെയൊക്കെ പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ റോംബസ് സമജ സാമാന്തരികം തന്നെയാണ്, പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ സൈൻ ഉപയോഗിച്ച് വാല്യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ടാൻ ആണ് ഉപയോഗിക്കുക. ആ ടാൻ ഉപയോഗിക്കേണ്ട കാരണം എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. എന്താണ് സൈൻ കോസ് ടാൻ നിങ്ങൾ അറിയല്ലോ. സൈൻ എന്ന് പറഞ്ഞാൽ എന്തേനും എതിർവശം ബൈ കാരണമാണ്. കോസ് പറഞ്ഞാലോ സമീപവശം ബൈ കാരണമാണ്. ടാൻ പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. അതിന്റെ ഫസ്റ്റ് വീഡിയോസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് നോക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി ആൻഡ് ലാർജർ ഡയഗണൽ ഈസ് 5 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സമഭുജ സാമാന്തരികത്തിന്റെ ഒരു കോൺ 50 ഡിഗ്രിയാണ്, വലിയ വികരണം 5 സെന്റിമീറ്ററും, അതിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമല്ലേ. റോംബസ് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ അല്ലേ. അപ്പൊ ആ പറഞ്ഞ രീതിയിൽ നമ്മളൊരു റഫായിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഒരു സമഭുജ സാമാന്തരികം റഫായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞത് വൺ ഓഫ് ദ ആംഗിൾ 50 ഡിഗ്രി, ഒരു കോൺ 50 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കോൺ 50 ഡിഗ്രിയാണ്. ലാർജർ ഡയഗണൽ ഈസ് 5 സെന്റിമീറ്റർ, വലിയ വികരണം 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം, ഈ വികരണമാണോ വലുത് നമുക്ക് നോക്കണം. യെസ്, ഇതല്ലേ വലുത് വരുന്നത്. അപ്പൊ ഈ വികരണം 5 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ഇനി ഇതിന്റെ എന്ത് വേണം? പരപ്പളവ്, ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സമഭുജ സാമാന്തരികത്തിന് ABCD എന്നുള്ള ഒരു നെയിം കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ PQRS ആണെങ്കിൽ PQRS കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ AC ആണ് എന്ത്? വലിയ വികരണം, ലാർജർ ഡയഗണൽ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ പരപ്പളവാണ് കിട്ടേണ്ടത്. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഒന്നുകിൽ നമുക്ക് BH ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാഫ് D1 D2 ഉപയോഗിക്കാം. BH ഉപയോഗിക്കാൻ ബേസ് അറിയണം, ഹൈറ്റ് അറിയണം. ഇത് രണ്ടും അറിയാത്തതുകൊണ്ട് നമ്മൾ BH ഉപയോഗിക്കേണ്ട. ഹാഫ് D1 D2 ഉപയോഗിക്കുകയാണെങ്കിൽ D1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡയഗണലാണ്, D2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡയഗണലാണ്. അപ്പൊ ഒരു വികരണം ഇവിടെ തന്നത് കൊണ്ട് D1 നമുക്ക് അറിയാം. D1 = 5 എന്ന് തന്നിട്ടുണ്ട്. ഒരു വികരണം തന്നതാണ്. ഇനി D2 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് D2 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ BD എന്ന് പറയുന്ന ഒരു വികരണം വരയ്ക്കുന്നു. അപ്പൊ സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ പ്രത്യേകത നമുക്ക് അറിയാം. സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാഗം ചെയ്യുന്നു നമ്മൾ പഠിച്ചതാ. ഓക്കെ, റോംബസിന്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബൈസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ ഞാൻ O എന്ന് കൊടുക്കുന്നു, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഇവിടെ AOB എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു, കാരണം ലംബമായിട്ടാണല്ലോ സമഭാഗം ചെയ്യുന്നത്. അപ്പൊ ത്രികോണം AOB എന്ന് പറയുന്ന മട്ട ത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വികരണം AC എന്ന് പറയുന്ന വികരണം 5 സെന്റിമീറ്റർ ആയതുകൊണ്ട് AO എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.5 ആയിരിക്കും. കാരണം സമഭാഗം ചെയ്യും, ബൈസെക്ട് ചെയ്യും. അപ്പൊ 5ന്റെ നേരെ പകുതി 2.5 ആണ് വരിക. സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ട്രയാങ്കിൾ AOB യില് ഇനി ഈ OB നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. OB കിട്ടിക്കഴിഞ്ഞാൽ OB-യുടെ ഇരട്ടി ആയിരിക്കും BD വരിക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. OB എന്താണെന്ന് നോക്കണം നമ്മൾ. അപ്പൊ OB നോക്കാൻ വേണ്ടി ഇവിടെ ശ്രദ്ധിക്കുക, ഈ 50 എന്ന് പറയുന്ന ആംഗിൾ ഇത് കംപ്ലീറ്റ് 50 ഡിഗ്രി ആണെങ്കിൽ ഈ വികരണം ഇതിനെന്താ ഉണ്ടാകും? സമഭാഗം ചെയ്യുന്ന സമയത്ത് ഇവിടെ 25 ഡിഗ്രി ആയിട്ടുണ്ടാകും. അപ്പൊ ഇനി ഈ 25 ഡിഗ്രി ഈ ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്, ഇവിടെ 90 ആണ്. ഇതിന് നമുക്ക് ആവശ്യമില്ല, ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ ഈ 25ന്റെ എതിർവശമാണ് OB. ഈ OB ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ സമീപവശമാണ് AO എന്ന് പറയുന്നത്. കാരണം 90ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെയാണ് കർണം വരിക. കാരണം നമുക്ക് അറിയൂല ഈ
വശം നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എതിർവശം കാണണം, സമീപവശം തന്നു. എന്താ എതിർവശവും സമീപവശവും വെക്കുന്ന ത്രികോണമിതി? അത് tan ആണ്. tan ആണ് എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? tan 25. എതിർവശം ഏതാ? OB. സമീപവശം ഏതാ? സമീപവശം എന്ന് പറഞ്ഞാൽ OA ആണ്, അത് 2.5 ആണ്. അത് 2.5 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് OB is equal to, ഈ ഡിവൈഡഡ് ബൈ 2.5 സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലൈ വിത്ത് 2.5, that is tan 25. Then 2.5 into tan 25ന്റെ വില നമ്മൾ ടേബിൾ നോക്കിയാൽ അറിയല്ലോ. എന്താ tan 25ന്റെ വില? 0.47 എന്ന് കിട്ടും tan 25ന്റെ വില. ഓക്കെ, ഇനി ഈ 2.5 into 0.47 ഇവ തമ്മിൽ ഗുണിക്കണം. ഇവ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദശാംശം ഒഴിവാക്കിയിട്ട് ഗുണിച്ചാൽ മതി. ദശാംശം ഒഴിവാക്കി ഗുണിച്ചതിന് ശേഷം 3 അക്കങ്ങൾക്ക് ശേഷം ദശാംശം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2.5 into 0.47 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.175 എന്നാണ് കിട്ടുക. അതായത് ഇവിടെ ഒരു അക്കണ്ട്, ഇവിടെ 2 അക്കണ്ട്. അപ്പൊ ടോട്ടൽ എന്ത് കിട്ടും? 3 അക്കത്തിന് ശേഷം ഇവിടെ ദശാംശം ഇട്ട് കൊടുക്കുക, 1.175 എന്ന് കിട്ടും. അപ്പൊ OB ആണ് 1.175. ഈ OB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് BD കണ്ടെത്തിക്കൂടെ? യെസ്, കണ്ടെത്താം. BD is equal to 2 into 1.175. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ, കാരണം OB യുടെ ഡബിൾ ആയിരിക്കും BD. ബൈസെക്ട് ചെയ്യാണ്, സമഭാഗം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കിട്ടിയാൽ ഇതിനെ ഇരട്ടിയാക്കിയാൽ മതി. 2 into 1.175. 2 5s are 10, 2 7s are 14, plus 1 15, 2 1s are 2, 3 2 1s are 2. അപ്പൊ 2.350 വരും. അതായത് 2.35 സെന്റിമീറ്റർ ആണ് BD എന്ന് പറയുന്ന ഡയഗണൽ. അപ്പൊ ഒന്നാമത്തെ ഡയഗണൽ 5 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഡയഗണൽ നമ്മൾ കണ്ടുപിടിച്ചു, 2.35 എന്നും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്തേനു? യെസ്, half D1 D2 ആണ്. അപ്പൊ പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏരിയ ഓഫ് എ റോംബസ് ഇസ് ഈക്വൽ ടു half D1 D2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. half into D1 എത്രയാ? 5 into D2 എത്രയാ? 2.35. ഓക്കെ, 5ന്റെ ഹാഫ് എന്താ? 5ന്റെ പകുതി. യെസ്, 2.5 into 2.35. 2.5നെ 2.35 കൊണ്ട് ഗുണിക്കുക, 8.875 സെന്റിമീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദ റോംബസ്. ഇതാണ് റോംബസിന്റെ സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ്. അപ്പൊ എന്തെല്ലാം ചെയ്തത്? ജസ്റ്റ് ഗിവൺ ഒരൊറ്റ ഡയഗണലാണ്, ഒരു വികരണത്തിന്റെ നീളമാണ് തന്നത്. ആ വികരണത്തിന്റെ നീളം വെച്ചിട്ട് സമഭാഗം ചെയ്യുന്നു എന്നുള്ള ഐഡിയ വെച്ച് നമ്മൾ OB കണ്ടുപിടിച്ചു. OB കണ്ടുപിടിച്ചാൽ OBയുടെ ഇരട്ടിയാണ് BD. BD കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് D1 D2 കൊടുത്തു. ഹാഫ് D1 D2 നമ്മൾ ചെയ്ത സമയത്ത് 5.875 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസറിലേക്ക് എത്തി. ഓക്കെ, ഇനി ഈ ഭാഗത്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഒരു മതിലിന്മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. മതിലിന്മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഏണിയും തറയുമായുള്ള കോൺ 40 ഡിഗ്രിയും. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? A ladder leans against a wall. Okay, with its foot 2 meters away from the wall and the angle with the floor 40 degree. How high is the top end of the ladder from the ground? Okay, അതായത് ഒരു മതിലിന്മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഇത് അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രം, റഫ് ഡയഗ്രാം വരയ്ക്കുക. ആ ഡയഗ്രാം വരയ്ക്കുന്നതിന് വരെ നമുക്ക് മാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു മതിൽ, ജസ്റ്റ് മതിൽ ഒരു വര വരച്ചാൽ മതി. മതിലിന് കുറെ ഉണ്ടാക്കൊന്നും വേണ്ട നമ്മള്. ഓക്കെ, അപ്പൊ ഈ മതില് നമ്മൾ ഒരു വര, ഇതാണ് മതിലായിട്ട് വെച്ചത്. മതിലിന്മേൽ എന്ത്? ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഈ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. ഓക്കെ, ഒരു ഏണി, ഇതാണ് ഒരു ഏണി എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഏണിയും മതിലിന്റെ ഈ ഫൂട്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ ഡിസ്റ്റൻസ്? 2 മീറ്റർ എവേ എന്നാ പറഞ്ഞത്. 2 മീറ്റർ.
അതായത് ഇതാണ് ഏണിയുടെ ചുവട് വരുന്നത്, ഇതാണ് മതിൽ വരുന്നത്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മതിലും ഏണിയുടെ ചുവടും തമ്മിലുള്ള അകലം 2 മീറ്റർ ആണ്. ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന കോണം തന്നിട്ടുണ്ട്. എത്രയാ തന്നത്? 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മോട് എന്താ കാണാൻ പറഞ്ഞത്? വാട്ട് ഈസ് ദ ഹൗ ഹൈ ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് എന്നാണ്. അതായത് ഈ ഗ്രൗണ്ടിൽ നിന്നും ടോപ്പ് എൻഡ് എത്ര ഹൈറ്റിലാണ്, അതായത് ഈ വാളിൽ ഇത്ര ഭാഗത്തിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതിന് ABC എന്നുള്ള നെയിം കൊടുത്താൽ നമുക്ക് ഈ BC എന്ന് പറയുന്ന ഈ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. യെസ്. അപ്പൊ ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സൈൻ ഉപയോഗിച്ച ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? സൈൻ 40യുടെ എതിർവശം ബൈ കാരണം കിട്ടും ആൻസർ? കിട്ടില്ല. കാരണം എന്താ? എതിർവശവും നമുക്ക് അറിയില്ല, കാരണവും അറിയില്ല. യെസ്. കോസ് ഉപയോഗിച്ച കോസ് അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കാരണം പറ്റുമോ ആൻസറിലേക്ക് എത്താൻ? ഇല്ല. കാരണം നമുക്ക് എന്താണ്? ഈ സമീപവശം ഇതാണ്, കാരണം ഇതാണ്, നമുക്ക് ഇവിടെയാണ് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ടാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ടാൻ ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? ടാൻ 40 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. എതിർവശമാണ് കാണേണ്ടത്, സമീപവശം തന്നിട്ടുണ്ട്. ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ നമ്മൾ ട്രിഗോണം ABC ട്രയാംഗിൾ ABC എന്താണ്? tan 40 is equal to h by എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. then h is equal to എന്തായി മാറി? ഡിവൈഡ് ടു എന്തായി മാറും? മൾട്ടിപ്ലൈ 2 into tan 40 എന്നായി മാറി. then h is equal to 2 into tan 40 യുടെ വാല്യൂ എന്താ? 0.84 ആണ് വാല്യൂ. 0.84. ഇനി ഇവ മൾട്ടിപ്ലൈ ചെയ്യാം. 2 4s are 8, 2 8s are 16. then എന്ത് കിട്ടും നമുക്ക്? 1.6. അതായത് ഇവിടെ 2 ഡിജിറ്റ് ഇല്ലേ? 2 ഡിജിറ്റ്. അപ്പൊ എന്താണ്? ഇത് 2 മീറ്റർ എന്നുള്ളത് മീറ്ററിലാണ് യൂണിറ്റ് ഉള്ളത്. 1.68 മീറ്റർ. അതായത് ഈ ഏണിയുടെ മുകളറ്റം തറയുമായി 1.68 മീറ്റർ ഉയരത്തിലാണ്. 1.68 മീറ്റർ ഉയരത്തിലാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രാം ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. യെസ്. ഇനി ഇതേപോലെ തന്നെയുള്ള വേറൊരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ പറയുന്നത് ശ്രദ്ധിക്കാം. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കേട്ടോ. ഓക്കെ. യെസ്. അതായത് മതിലിന്മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 3 മീറ്റർ അകലെയാണ്. ഏണിയും തറയുമായുള്ള കോൺ 45 ഡിഗ്രിയുമാണ്. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? വെരി സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് ഇതാണ് നമ്മുടെ മതില്, ഇതാണ് തറ, ഏണി 45 ഡിഗ്രിയിലാണ് ചാരി വെച്ചിരിക്കുന്നത്. യെസ്. ഇവിടെ 3 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മോട് ഈ ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞത്, ഇതാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? tan 40 ഉപയോഗിച്ചാൽ മതി, tan 45 ഉപയോഗിച്ചാൽ മതി. tan 45 is equal to tan 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഇതിന്റെ എതിർവശം ബൈ സമീപവശം h by 3. h is equal to 3 into tan 45. h is equal to 3 into tan 45. നമ്മൾ ടേബിളിലെ വാല്യൂ പഠിച്ചു ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു tan 45? Yes, tan 45 is equal to 1. That is h is equal to 3 into 1 എന്ന് പറഞ്ഞാൽ 3. h is equal to 3 meter. ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി? 3 മീറ്റർ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച മെത്തേഡും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോ നിങ്ങൾ ഏത് മെത്തേഡാ? ഇവിടെ 45 ആണ്, ഇവിടെ 90 ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? 45 ആണ്. നമ്മൾ ട്രയാങ്കിളിന്റെ 2 ആംഗിൾ കിട്ടിയ 3ാമത്തെ ആംഗിൾ കിട്ടുമല്ലോ. അപ്പൊ 45 45 90യുടെ റേഷ്യോ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? യെസ്. എന്തായിരുന്നു? that is 1:1:2 √3 എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ 45ന്റെ ഓപ്പോസിറ്റ് 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ 45ന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെ ആയിരിക്കും? 3 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3√2 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ 45 45 90യുടെ റേഷ്യോ 3:3√2 ആണ് വരിക. അപ്പോൾ 3 ആയതുകൊണ്ട് 3 നിന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ റേഷ്യോസ് ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഈ ഏണിയുടെ നീളം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 90യുടെ ഓപ്പോസിറ്റ് 3√2 ആണ്. 3√2 ആണ് ഏണിയുടെ ഉയരം. ഏണിയുടെ ഹൈറ്റ് ചോദിച്ചാല്, ലാഡറിന്റെ ഹൈറ്റ് ചോദിച്ചാല് ഈ രൂപത്തിൽ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പം
ടാൻ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ടാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഏത് ട്രിഗ്നോമെട്രി ഉപയോഗിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ, അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലേക്ക് എത്തണം. അതുകൊണ്ട് രൂപത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് മക്കളെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിയിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.